ഹലോ, ഞാൻ പിന്നെ ജോമിയ കേട്ടോ. ഞാൻ ഇന്ന് വന്നത് കുറച്ച് കാര്യങ്ങളോട് പറയാനാണേ. ഈ ജാഗ്രത ന്യൂസിലെ രാകേഷ് റിപ്പോർട്ട് ചെയ്ത് ന്യൂസ്, അതിൽ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണോ അങ്ങേര് ന്യൂസ് പബ്ലിഷ് ചെയ്തത്? അല്ലെങ്കിൽ വിക്ടിമായ എന്നെ വിളിച്ച് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നോ അറിഞ്ഞിട്ടാണോ പുള്ളി അത് പബ്ലിഷ് ചെയ്തത്? ശരിക്കും അതൊരു വ്യക്തിഹത്യയല്ലേ? ഒരാളെ കൊല്ലുന്നതിന് തുല്യമല്ലേ അത്? പുള്ളി കാരണം എൻ്റെ ജീവിതം പോയി, എൻ്റെ ജോലി പോയി, എനിക്ക് വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായി. എന്തൊക്കെ അനുഭവിച്ചെന്നറിയോ ഞാൻ? ആരോട് ഇതൊക്കെ പറയേണ്ടത്? എൻ്റെ കുഞ്ഞിന് ഈ മീഡിയക്കാരോ പോലീസുകാരോ ആ കണ്ടു നിന്ന് ആസ്വദിച്ച ആൾക്കാരോ കൊണ്ട് ചിലവിന് കൊടുക്കുമോ? ഞാൻ അധ്വാനിച്ചാലല്ലേ എനിക്ക് പൈസ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന ആരെങ്കിലും ഒരു 100 രൂപ കൊണ്ട് എനിക്ക് വീട്ടിൽ തരുമോ? ഇല്ലല്ലോ. തരുമോ? പിന്നെ ജാഗ്രത ന്യൂസിലെ രാകേഷ് സാറ് ഈ ഇഷ്യൂ പബ്ലിഷ് ചെയ്തതിനെ തുടർന്ന് ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ എൻ്റെ പോസ്റ്റിനിടയിൽ വന്നിരുന്നു. അതിൽ ഒന്ന്, നീ ലിവർ ട്യൂമർ പേഷ്യൻ്റ് ആണെങ്കിൽ വീട്ടിൽ ഇരിക്കണം, മനസ്സിലായോ? അല്ലാതെ നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാൻ വേണ്ടി നടക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഞാനിരുന്ന ഈ നാട്ടുകാർ കൊണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ കൊച്ചിന് ചിലവിന് കൊടുക്കുമോ? അല്ലെങ്കിൽ അവർ എനിക്ക് അതിനുള്ള പൈസ എത്തിച്ചു തരുമോ? ഞാൻ ജോലിക്ക് പോയാൽ എൻ്റെ കുടുംബം കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ കഴിയത്തില്ല. മനസ്സിലായോ? പിന്നെ ഞാൻ ഡ്രങ്കണാണോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്വം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഹസ്ബൻഡായിരുന്ന മജൂസി മാത്യു എന്ന് പറയുന്ന ആൾ ഒത്തിരി ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഈ ന്യൂസ് സ്പ്രെഡ് ചെയ്യിപ്പിക്കുകയും എടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പുള്ളി കാരണം മജൂസ് A3 ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന ഒരു കമ്പനി, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ഞാൻ 2024 അതിൽ ജോയിൻ ചെയ്യുന്നത്. ആ പുള്ളി പലരുടെ നിന്നും പൈസ തട്ടിച്ചതിൻ്റെ പേരിൽ പല സ്റ്റേഷനുകളിലും കേസ്. ആ ചെക്ക് കേസിൽ ഞങ്ങൾ പുള്ളി അകത്ത് പോകാതെ റിമാൻഡ് പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ 52,000 രൂപ നിൽക്കുന്ന നിപ്പിൽ ചിലവഴിച്ച് പുള്ളി ഇറക്കിക്കൊണ്ട് വന്നു, മനസ്സിലായോ? എന്നിട്ട് പുള്ളി എനിക്കെതിരെ, എൻ്റെ കൊച്ചിനെ വെച്ച് എനിക്കെതിരെ കേസ് കൊടുത്തേക്കുന്നു. അതിൻ്റെ ട്രയൽ നടക്കുവാണ്. നമുക്ക് നോക്കാം അത് എന്തായി തീരുമെന്ന് നമുക്ക് നോക്കാം. കാരണം ഈ കുഞ്ഞിനെ ഉണ്ടായപ്പോൾ തൊട്ട് ഇത്രയും നാളും 1 വർഷമായുള്ളൂ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട്. അതുവരെ വളർത്തിക്കൊണ്ട് വന്ന ഞാൻ. അതുവരെ ഒരു അപ്പനും ഇല്ലായിരുന്നു, ഒരു അമ്മൂമ്മയും ഇല്ലായിരുന്നു, ആരും ഇല്ലായിരുന്നു. എൻ്റെ മമ്മിയും ചാച്ചനും മാത്രമേ ഉള്ളായിരുന്നു ഇവരെ നോക്കാനും എടുക്കാനും എല്ലാം, ഞാനും. അല്ലാതെ വേറെ ആരും ഇല്ലായിരുന്നു. മജൂസി മാത്യു എന്ന വ്യക്തി പക്ക ഫ്രോഡാണ്. ആ കമ്പനി ഫ്രോഡാണ്. ആ കമ്പനി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ആരെങ്കിലും അതിന്